പിണറായിയുടെ കുടുംബാധിപത്യ രാഷ്ട്രീയത്തിനെതിരെ അത് കൃത്യമായും പ്രതിഫലിച്ചു. കോഴിക്കോട് ജില്ലയിലെ ഒരു നിയോജക മണ്ഡലത്തിലേക്ക് പോലും അദ്ദേഹത്തിന് പോകാൻ കഴിയാത്ത ബേപ്പൂരിൽ കെട്ടിയിടാൻ എനിക്ക് സാധിച്ചു. അതിൻ്റെ വളരെ ഈസി ആയിട്ട് UDF വളരെ ശക്തമായിട്ട് എന്താ പറയുക അടിവെച്ച് UDF അടിച്ച് കയറി 12 സീറ്റും ജയിച്ചു. ഞാൻ ഒഴികെ ഞാൻ പരാജയപ്പെട്ടു. അതിന് എനിക്കൊരു കുഴപ്പമില്ല. വലിയ യുദ്ധങ്ങൾ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ പടനായകന്മാർ വെടിയേറ്റ് മരിക്കുന്നത് സാധാരണ, പക്ഷെ യുദ്ധം ജയിച്ചിട്ടുണ്ട്. ഞാൻ ആ യുദ്ധം നയിക്കാൻ വേണ്ടിയിട്ട് വന്നവനാണ്. ജയിക്കാനാണെങ്കിൽ എനിക്ക് അങ്ങോട്ട് പോകേണ്ടിണ്ടായിരുന്നില്ല, ജയിക്കാനാണെങ്കിൽ എനിക്ക് രാജിവെക്കേണ്ടിണ്ടായിരുന്നില്ല. അതുകൊണ്ട് കേരളത്തിലെ അങ്ങേയറ്റം സന്തുഷ്ടിയുള്ള ഈ റിസൾട്ടിൽ സന്തുഷ്ടയുള്ള ഒരു വ്യക്തിയാണ്. ഈ ബേപ്പൂരിൽ താങ്കൾ BJPയുടെ CPM വോട്ട് കച്ചവടം നടന്നതായി ഒരു ആരോപണം, എങ്ങനെയാണ് അത് കൃത്യമല്ലേ? ആരോപണമല്ലേ, അത് തെളിവല്ലേ? 2021 26,000 ചില്ലാനം വോട്ട് കിട്ടിയ BJP 1,65,000 വോട്ടാണ് അവിടെ പോൾ ചെയ്തത്. 1,86,000 10,21,000 വോട്ട് അധികം വർദ്ധിച്ചിട്ടുണ്ട്. BJPക്ക് വിരലിടുന്ന 10-100 വോട്ടാണ് വർദ്ധിച്ചിട്ടുള്ളത്. അമിത്ഷാ കോഴിക്കോട് ജില്ലയിൽ ആകെ വന്ന സ്ഥലം ഈ പറയുന്ന ബേപ്പൂരാണ്. അപ്പോൾ ഈ BJPക്ക് സ്വാഭാവികമായിട്ട് അവരുടെ ക്ലെയിം 35,000 വോട്ടായിരുന്നു, അമിത്ഷാ ഉൾപ്പെടെ പറഞ്ഞു. അപ്പം 10-10,000 വോട്ട് കൃത്യമായും അദ്ദേഹത്തിന് പർച്ചേസ് ചെയ്യാൻ കഴിഞ്ഞു. അദ്ദേഹം വിജയിച്ചു. അത് തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള 25,000 വോട്ട് കൊടുത്തിട്ടാണെങ്കിലും പർച്ചേസ് ചെയ്തിട്ടാണെങ്കിലും PV അൻവർ ഞങ്ങൾ തോൽപ്പിക്കുമെന്ന് അദ്ദേഹത്തിന്റെ വേണ്ടപ്പെട്ടവരോട് പറഞ്ഞിട്ടുണ്ട്. പണവുമായി നിങ്ങളുടെ ഇടയിലേക്ക് വരും, വോട്ടർമാരെ നിങ്ങൾ ആ പണം വാങ്ങണം എന്നന്ന് പറഞ്ഞവനാ ഞാൻ. സ്വാഭാവികമായി സംഭവിച്ചു. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം, അതുപോലെ പിണറായി വിരുദ്ധ വികാരം ഒക്കെ ഉണ്ടായിട്ട് CPMന്റെ കോട്ടകളൊക്കെ തകർന്നടിയുന്ന കാഴ്ചയാണ് പയ്യന്നൂർ ഉൾപ്പെടെ കണ്ടത്. പയ്യന്നൂർ ഞാൻ ഈ എക്സിറ്റ് പോള് ഇവിടെ നടന്നതിന് തലേ ദിവസം ഞാനൊരു സർവേ റിപ്പോർട്ട് കൊടുത്തിട്ട് നിങ്ങളൊക്കെ കണ്ടതാണ്. അതിൽ 56 സീറ്റ് കൺഫേംഡും 23 സീറ്റ് 51% ചാൻസും 110 വോട്ടിലേക്ക് സീറ്റിലേക്ക് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞു. 106 105 ഒക്കെ ആയി, മനസ്സിലായില്ലേ? ഇവിടെ 100 സീറ്റിൽ അധികാരത്തിൽ ഞങ്ങൾ വരുമെന്ന് ധൈര്യം കാണിച്ച ഏക നേതാവ്, പറയാൻ ധൈര്യം കാണിച്ചത് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവാണ്. പിന്നെ പറയാൻ ധൈര്യം കാണിച്ച ആൾ ഞാനാണ്. എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആളുകളുടെ മനസ്സ് പഠിച്ചിട്ടാണ്. ഇവിടെ തരംഗമില്ല എന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ സുനാമിയാണ്, ഒരാളും കേൾക്കില്ല, കമ്മ്യൂണിസ്റ്റുകാരാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്. അത് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ എല്ലാ മത്സരിക്കുന്ന സഖാക്കളും കണ്ണൂരിൽ ജയിക്കും പിണറായിക്കെതിരെ. എല്ലാം സംഭവിച്ചില്ലേ? ഇപ്പൊ മതേതരത്വത്തിന് കിട്ടിയൊരു വോട്ട്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണ് ഈ പറയുന്ന വെള്ളാപ്പള്ളിയുടെ മുഖത്ത് നോക്കിയിട്ട് ഒരു വർഗീയവാദിയുടെയും വോട്ട് UDFന് വേണ്ട, ഞങ്ങൾ തോറ്റാലും ശരിയെന്ന് പറഞ്ഞ ആ വാക്കുണ്ടല്ലോ, ആ വാക്ക് കേരളത്തിലെ മതേതര സമൂഹം നെഞ്ചേറ്റി എല്ലാ വിഭാഗവും അതിന്റെ റിസൾട്ടാണ് വലിയ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പ് വന്നത്. CPMനും മുഖ്യമന്ത്രിക്കും ഒക്കെ CPM നൽകുന്ന ഒരു പാഠം എന്തായിട്ടാണ്? അല്ല, CPM അതിൽ ഒരുപാട് പാഠം പഠിക്കാനുണ്ട്. ഇതിലെല്ലാവരും പാഠം പഠിക്കാനുണ്ട്. എൻ്റെ അഭിപ്രായം അതാണ്. വരാനിരിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും കൃത്യമായ കേരളത്തിലെ ജനതയെക്കുറിച്ചൊരു ബോധ്യമാണ്. ഒരു വർഗീയതക്കും കേരളം കീഴടങ്ങില്ല എന്ന് ആവർത്തിക്കുകയാണ് കേരളം. ഒരു വർഗീയതയില്ലാത്ത മതസൗഹാർദ്ദം നിലനിൽക്കുന്ന ഈ നാട്ടിലെ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും തൊഴിലാളികൾക്കും ആശ്വാസമേകുന്ന നല്ലൊരു ഗവൺമെന്റ് UDFന് കാഴ്ചവെക്കാൻ കഴിയണം. ആ ഗവൺമെന്റിനോടൊപ്പം ആ UDFനോടൊപ്പം മനസ്സറിഞ്ഞ് നമ്മളോട് കഴിയുന്ന പിന്തുണയും സഹായം നൽകി നമ്മൾ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകും. തുടർന്ന് എന്താണ് പരിപാടി? UDFന്റെ കൂടെ നിൽക്കും. ഇവിടെ ഒരു ഇടത് പ്ലാറ്റ്ഫോമിന്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചതാണ്. അത് കോൺഗ്രസ് ലീഡർഷിപ്പുമായി സംസാരിക്കണം, ഈ പറയുന്ന AICC സെക്രട്ടറിയുമായി സംസാരിക്കണം, പ്രതിപക്ഷ നേതാവുമായി സംസാരിക്കണം, രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ഉത്തരവാദിത്തപ്പെട്ട നേതാവ് KPCC പ്രസിഡന്റ്, അവരോട് അതിന്റെ ഒരു സാധ്യത. കാരണം ഒരുപാട് ആളുകൾ വിട്ടുവന്നിട്ടുണ്ട്, ഒരുപാട് ആളുകൾ വരാൻ നിൽക്കുന്നുണ്ട്. വന്നവർ ഒറ്റപ്പെട്ടു പോകരുത്. ഈ പിണറായിസത്തിനെതിരെ, ഈ പറയുന്ന നയത്തിനെതിരെ ഒരു ക്ലിയർ ലെഫ്റ്റ്, പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചതുപോലെ ഒരു നെഹ്റുവിയൻ ലെഫ്റ്റ് ഇവിടെ ആവശ്യമാണ്. അതിന്റെ ഒരു സാധ്യത, ഇവർക്കെല്ലാം കൂടെ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കാൻ പറ്റുന്ന സാധ്യത നമ്മൾ തേടും. ബംഗാളിൽ ഒരു തകർച്ചയുണ്ട്, എങ്ങനെയാണ് അതിനെ? ബംഗാൾ തകർച്ച ഉണ്ടായത് എന്ന് പറഞ്ഞതിന്റെ രാഷ്ട്രീയ ചിത്രം മുഴുവൻ ചിത്രം വരുമ്പോഴേ ഉള്ളൂ. ഇന്ത്യയിൽ ഉടനീളം പലതരത്തിലുള്ള തെരഞ്ഞെടുപ്പ് അട്ടിമറികൾ നടന്നിട്ടുണ്ട്. ഇവിടെ ഒരൊറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, എല്ലായിടത്തും ഭരണവിരുദ്ധ വികാരമാണ്. അത് ബംഗാളിലായാലും തമിഴ്നാട്ടിലായാലും കേരളത്തിലായാലും. അപ്പോൾ ജനങ്ങളെ പരിഗണിച്ചില്ലെങ്കിൽ ജനം തിരിച്ചടിക്കും. പല പല കാരണങ്ങളാവാം. കേരളത്തിലെ കാരണം പിണറായി ആണെങ്കിൽ മറ്റുള്ള സ്ഥലത്ത് മറ്റുള്ള രാഷ്ട്രീയ കാരണങ്ങളാകാം. അത് എല്ലാവർക്കും പാടാണ്. വളരെ